ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണ ഉത്തരവ്. DGP അന്വേഷിക്കും. അന്വേഷണ ഉത്തരവിട്ട് മുഖ്യമന്ത്രി. ADGPയുടെ സുഹൃത്ത് RSS നേതാവ് ജയകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തും. നടപടി ആരോപണമുയർന്ന് 20 ദിവസത്തിന് ശേഷം. തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നതിനെക്കുറിച്ചുള്ള ADGP റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. തുടരന്വേഷണ സൂചന നൽകി മുഖ്യമന്ത്രി. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി. ലൈംഗിക പീഡന കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനായി അന്വേഷണം ഊർജിതം. കേരളത്തിനകത്തും പുറത്തും തെരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാരും അതിജീവിതയും. PSC കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. പണം വാങ്ങിയത് CPIM മുൻ നേതാവ് പ്രമോദ് കോട്ടൂളി അല്ല എന്ന് പരാതിക്കാരൻ. പണം വാങ്ങിയത് കണ്ണൂർ സ്വദേശി. ഈ വോയിസ് റെക്കോർഡും പ്രേമേട്ട വിളിച്ച റെക്കോർഡും എല്ലാ റെക്കോർഡ്സും എല്ലാം പ്രേമേട്ട വിളിച്ചതും സുഷാജ് വിളിച്ചതും. ജീവന് ഭീഷണിയുണ്ടെന്നും പരാതിക്കാരൻ. ഷിരൂരിൽ അർജുനടക്കം 3 പേർക്കായുള്ള തെരച്ചിലിനിടെ ഭാരമേറിയ വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വസ്തു വൈകിട്ടോടെ പുറത്തെത്തിക്കുമെന്ന് ദൗത്യസംഘം. ഉത്തര കന്നഡയിൽ റെഡ് അലർട്ട് തുടരുന്നുവെങ്കിലും കാലാവസ്ഥ അനുകൂലം. ജമ്മു കശ്മീരിൽ 2ാം ഘട്ട പോളിംഗ് ഭേദപ്പെട്ട നിലയിൽ. ഒമർ അബ്ദുള്ളയും താരിഖാരെയും റവീന്ദർ റെയ്നയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടുന്നു. പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ശക്തം.